ഇന്ന് രാവിലെ ചെറിയൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് കാഞ്ചീപുരം വരെ. അപ്പോൾ അവിടെ കഴിച്ചത് എന്താണെന്ന് കാണിക്കട്ടെ. എനിക്ക് പരിചയമുള്ളൊരു ചെറിയ കടയിൽ കയറി ഇഡ്ഡലി കഴിച്ചു. 5 ഇഡ്ഡലി മേടിച്ചു. 5 ഇഡ്ഡലി മേടിച്ചെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നതിലും ചെറിയ ഇഡ്ഡലിയാണ്. നല്ല കാരച്ചട്നിയായിരുന്നു. സാമ്പാറും കൂട്ടി കഴിച്ചു. നല്ല ആസ്വദിച്ച് ഞാനിന്ന് ഇഡ്ഡലി കഴിച്ചു. നന്നായി കഴിച്ച്. യൂഷ്വലി ഞാൻ ഇത്രയും സ്ലോ ആയിട്ട് കഴിക്കാറില്ല. ഇന്ന് ആസ്വദിച്ച് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ട് കഴിച്ചു. പിന്നെയും കാരച്ചട്നി മേടിച്ചു. അപ്പോൾ രാവിലത്തെ ഭക്ഷണം അതായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കണം എന്നൊരു പ്ലാനേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഒരാളെ കാണാൻ പോയതാണ്. അപ്പോൾ അവരവിടെ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് മേടിച്ചു തന്നു. അപ്പോൾ ഞാൻ എന്ത് ആയാലും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു തൈര് സാദം വേണോ, സാമ്പാർ സാദം വേണോ? ഞാൻ പറഞ്ഞു സാമ്പാർ സാദം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് സാമ്പാർ സാദം മേടിച്ചു. പക്ഷേ സാമ്പാർ സാദം അല്ലാതെ തന്നെ അവിടെ ചോറുണ്ടായിരുന്നു. ചോറിന് കുറേ കൂട്ടാനും ഉണ്ടായിരുന്നു. കരിവാടിൻ്റെ കുളമ്പ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ഉണക്കമീറ്റ് ഇട്ടിട്ടുള്ള കറി. ആദ്യം അത് കൂട്ടി ഒരു ഇത്തിരി ചോറ് കഴിച്ചു. അതാണിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സാധാരണ ഉണക്കമീൻ ഇഷ്ടമല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പളത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സാമ്പാർ സാദത്തിലൂടെ അവരെനിക്ക് കോവയ്ക്കാൻ മെഴുക്കുവരട്ടി, പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, വേറൊരു കൂട്ടാനും കൂടി തന്നു. അത് രണ്ടും കൂടി ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ചെന്നൈയിൽ ഇത്ര നാൾ ജീവിച്ചിട്ടും ആദ്യമായിട്ടാണ് സാമ്പാർ സാദം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് മൊത്തം കഴിച്ചില്ല. അപ്പോൾ വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു പോയിട്ട് ഞാനത് മൊത്തം കഴിച്ചില്ല. അതിൻ്റെ കൂടെ ചെറിയൊരു ഇലയുടെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. അതും കൂട്ടിയാണ് കഴിച്ചത്. പക്ഷെ ഞാൻ പിന്നെ അതോർത്ത് വിഷമിച്ചു. ആ സാമ്പാർ സാദം മൊത്തം കഴിക്കണ്ടായിരുന്നു. നമുക്ക് വയറ് നിറഞ്ഞു പോകുമ്പോൾ നമുക്ക് അവിടെ കഴിക്കൽ നമ്മൾ നിർത്തുമല്ലോ. പക്ഷെ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ റിഗ്രറ്റ് ചെയ്തു. എനിക്ക് അതിൻ്റെ കൂടെ അവർ റാഗി കൊണ്ടുണ്ടാക്കിയ പായസം പോലെ ഇരിക്കും, പക്ഷേ അതിനങ്ങനെ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് അങ്ങനെ കഴിച്ചില്ല. ജസ്റ്റ് ടേസ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഭയങ്കര ഹെവി ലോഡഡ് ആയിരുന്നു. ഇതാണ് ഇന്നത്തെ ഭക്ഷണം. ടാറ്റാ.